now let's learn and unlearn English. The first segmentലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതൊരു അൺലേണിംഗ് സെഗ്മെന്റ് ആണ്. നമുക്കറിയാം നമ്മൾ മലയാളം സംസാരിക്കുന്ന സമയത്ത് ധാരാളം ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മലയാളം സംസാരിക്കുന്നത്. ഈ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ തെറ്റായിട്ടാണ് ഉച്ചരിക്കുന്നത്. അത്തരത്തിലുള്ള കുറച്ച് വാക്കുകൾ അതെങ്ങനെ തെറ്റായിട്ട് പറയുന്നുവെന്നും അതെങ്ങനെ കറക്റ്റായിട്ട് പറയാമെന്നുമാണ് ഈ സെഗ്മെന്റിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ അൺലേണിംഗ് സെഗ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളും അതെങ്ങനെയാണ് തെറ്റായി ഉച്ചരിക്കുന്നതെന്നും അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഉച്ചരിക്കുക എന്നും നോക്കാം. കുറച്ച് വാക്കുകളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പം ഇന്നൊരു ശനിയാഴ്ചയാണെന്ന് കരുതുക. ശനിയാഴ്ച നമ്മളെല്ലാവരും പുറത്തു പോകാറുണ്ട്. അപ്പം നമ്മൾ ഈ സ്ഥലത്തേക്കാണ് പോകാൻ തീരുമാനിച്ചത്. ഈ വാക്ക് ഇതെങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത്? ഒന്ന് ഉച്ചരിച്ച് നോക്കൂ, നിങ്ങളൊന്ന് ഉച്ചരിച്ച് നോക്കൂ. നമ്മളിതെല്ലാവരും പറയുന്നത് മാൾ എന്നാണ് അല്ലേ? എഴുതുന്ന പോലെ തന്നെ നമ്മൾ വായിക്കുകയാണ്. അവിടെ മാൾ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇത് മാൾ എന്നല്ല, മോൾ എന്നാണ് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ വാക്ക് മോൾ എന്ന് ഉച്ചരിക്കാൻ ശ്രമിക്കുക. അടുത്തത്, അങ്ങനെ നമ്മൾ മോളിലെത്തി. മോളിൽ കുറച്ച് നേരം കറങ്ങി നടന്നു, കുറച്ച് ഷോപ്പ് ചെയ്തു, കുറച്ച് വിൻഡോ ഷോപ്പ് ചെയ്തു. നമുക്കറിയാം നമ്മൾ മോളിലൊക്കെ എത്തുന്ന കുറച്ച് നേരം കറങ്ങിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് വിശക്കും അല്ലേ? അല്ലെങ്കിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വിശക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയത്താണെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് എന്ത് കൊടുത്താലും കഴിക്കത്തില്ല. പക്ഷെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം വിശക്കുന്നു എന്ന് പറയുന്ന കുട്ടികളാണ്. അപ്പം വിശക്കുന്നു എന്ന് പറയുന്ന ഈ സമയത്ത് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഏതാണ് ഈ സ്ഥലം? ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? റെസ്റ്റോറൻറ്റ് അല്ലേ? ഈ വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നത് റെസ്റ്റോറൻറ്റ് എന്നാണ്. എന്നാൽ അത് അങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത്. റെസ്റ്റോറൻറ്റ് എന്നാണ് കറക്റ്റായിട്ടുള്ള ഉച്ചാരണം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. റെസ്റ്റോറൻറ്റിൽ പോകുന്നു അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോവാം ഭക്ഷണം കഴിക്കാൻ എന്നുള്ള രീതിയിലേക്ക് ഉച്ചാരണം മാറ്റാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വെയിറ്റർ വന്നു കഴിഞ്ഞ് നമ്മളുടെ കയ്യിൽ ഈ സാധനം കൊണ്ടു തന്നു. എന്താണ് ഈ സാധനം? ഇതെങ്ങനെയാണ് പറയുക? മെനു എന്നാണ് നമ്മൾ പറയാറ് എല്ലാവരും തന്നെ അല്ലേ? എന്നാൽ അത് മെനു അല്ല, മെന്യു എന്നാണ് അത് കറക്റ്റായിട്ട് ഉച്ചരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുമല്ലോ. ഇത് മെനു എന്ന് ഉച്ചരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ മെനു വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ഭക്ഷണമാണ് എല്ലാവർക്കും വേണ്ടതെന്ന ചോദ്യം വന്നു. എസ്പെഷ്യലി നമുക്കറിയാം കുട്ടികൾ കൂടുതലായിട്ടും അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം ഇതാണ്. എന്താണ് ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് നോക്കൂ. ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഈ വാക്ക് ഇവിടെ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് സ്വയം പ്രൊനൗൺസ് ചെയ്ത് നോക്കാം. അതിനുശേഷം അതെങ്ങനെയാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് ഞാൻ പറയാം. അപ്പോൾ അത് ശരിയാണോ എന്ന് നോക്കൂ. ഇത് പിസ്സ എന്നാണ് നമ്മൾ എല്ലാവരും പറയാറല്ലേ? മിക്കവാറും ആളുകൾ എല്ലാവരും പറയുന്നത് പിസ്സ എന്നാണ്. അപ്പോൾ അത് പിസ്സ അല്ല, അവിടെ പീറ്റ്സ എന്ന് പറയാൻ ശ്രമിക്കും. അത് പിസ്സ എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ. നമ്മൾ പീറ്റർ എന്നൊക്കെ പറയുമ്പോഴുള്ള ആ പീറ്റ എന്ന സൗണ്ടാണ് അവിടെ വരേണ്ടത്. അപ്പോൾ പിസ്സ. അങ്ങനെ പിസ്സ ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു കുറച്ച് ആളുകൾ. മറ്റു കുറച്ച് ആളുകൾ ഈ ഒരു സാധനം വേണം എന്ന് പറഞ്ഞു. ഇതെന്താണ്? ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? ബർഗർ അല്ലേ? ബർഗർ എന്നാണ് പലപ്പോഴും ആളുകൾ പറയുന്നത് കേൾക്കാറുള്ളത്. അപ്പം ഇത് ബർഗർ അല്ല, അവിടെ ആ ആർ സൈലന്റ് ആണ്. അതുകൊണ്ട് ആർ ഉച്ചരിക്കാതെ ബർഗർ എന്നാണ് പറയേണ്ടത്. അപ്പം അത് കറക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ബർഗർ എന്നാണ് പറയുന്നത്. ആ ആർ സൈലന്റ് ആണ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണമൊക്കെ വന്നു. പിസ്സയും ബർഗറും ഒക്കെ വന്നു. അപ്പം നമ്മൾ കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഉടനെ തന്നെ കുറച്ച് ആൾക്കാർ അയ്യോ സ്റ്റോപ്പ് കഴിക്കല്ലേ, ഇപ്പം കഴിക്കാൻ പോകല്ലേ, ഞങ്ങൾക്ക് കുറച്ച് പടങ്ങളൊക്കെ എടുക്കണം, വീഡിയോ ഒക്കെ എടുക്കണം. ചിലപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കും, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അവർ ഭക്ഷണം വന്നു കഴിഞ്ഞാൽ നമ്മളെ കഴിക്കാൻ സമ്മതിക്കത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ സ്റ്റോപ്പ് ചെയ്തത്? ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെയാണ് വായിക്കുക? ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? സ്റ്റാറ്റസ് അല്ലേ? കൂടുതൽ ആൾക്കാരും അത് സ്റ്റാറ്റസ് എന്നാണ് പറയുന്നത്. അത് സ്റ്റാറ്റസ് അല്ല, അത് സ്റ്റേറ്റസ് ആണ്. പക്ഷേ ഇതിലൊരു വ്യത്യാസമുണ്ട്. ഇത് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാലും സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാലും രണ്ടും ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷനും ബ്രിട്ടീഷ് ഇംഗ്ലീഷും നേരെ തിരിച്ചാണ് കേട്ടോ. അമേരിക്കൻ ഇംഗ്ലീഷും സ്റ്റേറ്റസ് ബ്രിട്ടീഷ് ഇംഗ്ലീഷുമാണ്. അപ്പം ഇത് തെറ്റാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്കത് തെറ്റായി തോന്നുന്നത് അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യക്കാർ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. അപ്പം ബാക്കി എല്ലാ വാക്കുകളും നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് ചെയ്യും. ഈ വാക്ക് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല ഞാനിത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് പ്രൊനൗൺസ് ചെയ്തതെന്ന്. അതുകൊണ്ട് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇത് സ്റ്റേറ്റസ് എന്ന് തന്നെയാണ് പറയുക. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. എന്നാൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ തെറ്റും അല്ല. അപ്പം അവർക്ക് സ്റ്റാറ്റസ് ഇടാൻ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ സ്റ്റേറ്റസ് ഇടാൻ നോക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ ഒരു സാധനം ഇല്ല. ഈ ഒരു സാധനം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഓൺലൈൻ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ നോക്കുക. ഇത് ഡാറ്റ അല്ലേ? കൂടുതൽ ആൾക്കാരും എല്ലാവരും തന്നെ അല്ലെങ്കിൽ മിക്കവാറും ആൾക്കാർ പറയുന്നത് ഡാറ്റ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡാറ്റ അല്ല, ഇത് ഡേറ്റയാണ്.
പക്ഷേ ഇതിലും ഇതേ സംഗതികളുണ്ട്. അതായത് ഇത് അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷുമാണ്. ഡാറ്റ എന്നുള്ളത് അമേരിക്കൻ ഇംഗ്ലീഷും ഡേറ്റ എന്നുള്ളത് ബ്രിട്ടീഷ് ഇംഗ്ലീഷുമാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കുന്ന ആളുകൾ അത് കേൾക്കുമ്പോൾ ഇത് ഡാറ്റ അല്ല, അത് ഡേറ്റ ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ ഏതൊക്കെ വാക്കുകളാണ് മിസ്പ്രൊനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്, അതെങ്ങനെയാണ് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഇന്ന് നോക്കിയ വാക്കുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ മോൾ, second one restaurant, third one pizza, fourth burger, fifth one status, sixth data. അപ്പോൾ ഇത്രയും വാക്കുകളാണ് ഇന്ന് നമ്മൾ പ്രൊനൗൺസിയേഷൻ സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഹൗ നോട്ട് ടു സേ എന്ന സെഗ്മെന്റിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ വാക്കുകൾ കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രമിക്കണം, എല്ലാവരും ശ്രമിക്കണം. ലാസ്റ്റ് സെഗ്മെന്റിൽ നമ്മൾ പ്രൊനൗൺസിയേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു സെഗ്മെന്റ് നമ്മൾ ഇഡിയംസ് ആൻഡ് പ്രൊവേർബ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെന്റിന്റെ പേര് വുപ്സ് മൊമെന്റ് എന്നാണ്. ഇഡിയംസ് ആൻഡ് പ്രൊവേർബ്സ് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. അതായത് നമുക്കറിയാം, നമ്മൾ നന്നായി മലയാളം സംസാരിക്കുമ്പോൾ, നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ധാരാളമായിട്ടുള്ള പഴഞ്ചൊല്ലുകളും ഭാഷാ പ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും, അല്ലേ? ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനും വയ്യ, കഷത്തിലിരിക്കുന്നത് പോവാനും പാടില്ല. ഇത്തരത്തിലുള്ള ചില ഭാഷാ പ്രയോഗങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ മലയാളം സംസാരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നേറ്റീവ് സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഇത്തരം ഇഡിയംസ് ആൻഡ് പ്രൊവേർബ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ അത്തരത്തിലുള്ള ചില മലയാളത്തിലും ഉള്ള പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന വാക്ക് ഇവിടെ തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ലിറ്ററൽ മീനിങ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിന് ഒരു ഓൾസം ആയിട്ടുള്ള മീനിങ് ആണ്. ആ മീനിങ് എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യത്തെ വാക്ക് വൺസ് ബിറ്റൻ ട്വൈസ് ഷൈ. ഈ ഒരു പ്രയോഗം കേട്ടിട്ടുണ്ട്, ഇതൊരു ഇഡിയമാണ്. ഈ ഒരു പ്രയോഗം അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയുമോ? വൺസ് ബിറ്റൻ ട്വൈസ് ഷൈ. ഇത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ പ്രയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതേ അർത്ഥം തന്നെയാണ് അതിന് അവിടെ കിട്ടുന്നത്. വൺസ് ബിറ്റൻ ട്വൈസ് ഷൈ. ആ ഇഡിയം നമുക്ക് എങ്ങനെ ഒരു സെന്റൻസിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ ഇതെങ്ങനെ നമുക്ക് പറയാമെന്ന് നോക്കാം. അതായത് ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്നാണ് നമുക്ക് പറയേണ്ടത്. അതിപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്ക് നോക്കാം. ഷീ സർട്ടൻലി വോണ്ട് മാരി അഗൈൻ, വൺസ് ബിറ്റൻ ട്വൈസ് ഷൈ. എന്ന് വെച്ചാൽ അവൾ ഒരു തവണ കല്യാണം കഴിച്ചതാണ്, അതുകൊണ്ട് രണ്ടാമതൊന്നും കൂടെ കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നില്ല. അവൾ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചയാണ്, പച്ചവെള്ളം കണ്ടാലും പേടിച്ചേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രയോഗം, അർത്ഥം വരുന്ന പ്രയോഗമാണ് വൺസ് ബിറ്റൻ ട്വൈസ് ഷൈ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു പ്രയോഗം, വളരെ പോപ്പുലർ ആയിട്ട് യങ്സ്റ്റേഴ്സ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്, ഇഡിയമാണിത്. ബ്രേക്ക് എ ലെഗ്. ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് തല്ലിയൊടിക്കുക എന്നുള്ള അർത്ഥമല്ല, ബെസ്റ്റ് ഓഫ് ലക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ ആൾക്കാരോട് പല കോണ്ടെക്സ്റ്റിൽ, പല സാഹചര്യങ്ങളിൽ നമ്മൾ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറയാറുണ്ടല്ലേ. അപ്പം ആ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറയാൻ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്, കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട്, കുറച്ചൊന്നും നമുക്ക് നമ്മളുടെ ഭാഷയൊക്കെ ഒന്ന് ഫ്ലോണ്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ബ്രേക്ക് എ ലെഗ് എന്ന് പറയാം. അപ്പം അത് എങ്ങനെ, ഈ ബ്രേക്ക് എ ലെഗ് എന്ന ഈ ഒരു ഇഡിയം എങ്ങനെ നമുക്ക് ഒരു സെന്റൻസിൽ പ്രയോഗിക്കാമെന്ന് നോക്കാം. ഡാനീസ് ഫാമിലി ടോൾഡ് ഹിം ടു ബ്രേക്ക് എ ലെഗ് റൈറ്റ് ബിഫോർ ഹി വെന്റ് അപ്പോൺ ദ സ്റ്റേജ്. Danny's family told him to break a leg right before he went up on the stage. അതായത് സ്റ്റേജിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപേ ഡാനിയുടെ ഫാമിലി അവനോട് ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞു എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. അപ്പോൾ അടുത്ത തവണ ആരോടെങ്കിലും പറയുമ്പോൾ ബ്രേക്ക് എ ലെഗ് എന്ന് പറയാൻ ശ്രമിക്കുക, ബെസ്റ്റ് ഓഫ് ലക്ക്. ഇനി മറ്റൊരു പ്രയോഗം നോക്കാം. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് വെച്ചാൽ എന്താ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതായത് തോരാത്ത മഴ, അല്ലെങ്കിൽ നിർത്താതെ പെയ്യുന്ന മഴ. നമ്മൾ പറയാറില്ലേ, രാവിലെ തുടങ്ങിയ മഴയാണ്, നിർത്തിയിട്ടേയില്ല, തോരാത്ത മഴ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ് ഇറ്റ് ഈസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് സിൻസ് ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ തുടങ്ങിയ മഴയാണ്, നിർത്തിയിട്ടേയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇനി മറ്റൊരു പ്രയോഗം, ബുൾ ഇൻ എ ചൈന ഷോപ്പ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ?
ചൈന ഷോപ്പിൻ്റെ ഉള്ളിൽ ബുള്ള് കയറിയെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. അതായത് ആന കരിമ്പിൻ കാട്ടിൽ കയറിയതുപോലെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇഡിയമാണ് ബുൾ ഇൻ എ ചൈന ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഇനി അടുത്ത തവണ നമുക്ക് ആരോടെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് ആന കരിമ്പിൻ കാട്ടിൽ കയറിയതുപോലെ എന്ന് അർത്ഥമാക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ബുൾ ഇൻ എ ചൈന ഷോപ്പ് എന്ന് ഉപയോഗിക്കാം. അതെങ്ങനെ ഒരു സെന്റൻസിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഹി റാൻ ഇൻ ടു ദ ഹൗസ് ലൈക്ക് എ ബുൾ ഇൻ എ ചൈന ഷോപ്പ്. ഒന്നും കൂടെ നോക്കൂ. ഹി റാൻ ഇൻ ടു ദ ഹൗസ് ലൈക്ക് എ ബുൾ ഇൻ എ ചൈന ഷോപ്പ്. അങ്ങനെ ഈ സെഗ്മെന്റിലെ അവസാനത്തെ ഇഡിയമിലേക്ക് നമ്മൾ കടക്കുകയാണ്. കിക്ക് ദ ബക്കറ്റ്. അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ അർത്ഥം? ബക്കറ്റ് തൊഴിച്ച് മാറ്റിയെന്നോ തൊഴിച്ചെറിഞ്ഞോ എന്നൊക്കെയാണോ അതിൻ്റെ അർത്ഥം? ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടോ? ധാരാളം ആളുകൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. കിക്ക് ദ ബക്കറ്റ് എന്താണ് എന്ന അർത്ഥം അറിയാതെ അന്തിച്ച് നിന്ന് പോയ പല മനുഷ്യന്മാരും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സെഗ്മെന്റിന് വുപ്സ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ കിക്ക് ദ ബക്കറ്റ് അതിൻ്റെ അർത്ഥം എന്താണ്? ഒരാൾ മരിച്ചു പോയി എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അതായത് മൈ ഗ്രാൻഡ് ഫാദർ കിക്ക് ദ ബക്കറ്റ് ലാസ്റ്റ് സാറ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ മുത്തശ്ശൻ മരിച്ചുപോയി എന്നാണ് അർത്ഥം, അല്ലാതെ ഗ്രാൻഡ് ഫാദർ ബക്കറ്റ് തൊഴിച്ചെറിഞ്ഞു എന്നല്ല. അപ്പം നമുക്ക് മറ്റൊരു സെന്റൻസ് കൂടെ നോക്കാം. ഐ എം ഗോയിങ് ടു കിക്ക് ദ ബക്കറ്റ്. വിൽ യു മാരി സമ്മൺ ഇഫ് ഐ കിക്ക് ദ ബക്കറ്റ്? കാമുകൻ കാമുകിയോട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഐ എം ഗോയിങ് ടു കിക്ക് ദ ബക്കറ്റ്. വിൽ യു മാരി സമ്മൺ ഇഫ് ഐ കിക്ക് ദ ബക്കറ്റ്? ഞാൻ മരിച്ചുപോയാൽ നീ മറ്റാരെങ്കിലും കല്യാണം കഴിക്കുമോ? ഒരു ചോദ്യമാണ് അല്ലേ? അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ഈ സെഗ്മെന്റിൽ വുപ്സ് മൊമെന്റിൽ നമ്മൾ എന്തൊക്കെ ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ആണ് പഠിച്ചതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് വൺസ് ബിറ്റൻ ട്വൈസ് ഷൈ. ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. രണ്ടാമത്തേത് ബ്രേക്ക് എ ലെഗ്. ബെസ്റ്റ് ഓഫ് ലക്ക്. മൂന്നാമത്തേത് ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. നാലാമത്തേത് ബുൾ ഇൻ എ ചൈന ഷോപ്പ്. ആന കരിമ്പിൻ കാട്ടിൽ കയറിയതുപോലെ. അടുത്തത് കിക്ക് ദ ബക്കറ്റ്. ഡൈഡ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ സെഗ്മെന്റിൽ കണ്ടത്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് അടുത്ത തവണ സംസാരിക്കുമ്പോൾ ഇതെല്ലാം പ്രയോഗിക്കാൻ മറന്നുപോകരുത്. അപ്പോൾ നമുക്ക് നമ്മളെ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. വേർഡ് ഹണ്ട് ആണ് നമ്മുടെ അടുത്ത സെഗ്മെന്റ്. ഇതിൽ നമ്മൾ കുറച്ച് വൊക്കാബുലറി ആണ് പഠിക്കാൻ പോകുന്നത്. കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി. ഒരുപക്ഷെ ഇത് യൂട്യൂബേഴ്സിനോ അല്ലെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപകരിക്കുന്ന ഒരു കുറച്ച് വാക്കുകളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. എന്തൊക്കെ വാക്കുകളാണെന്ന് നോക്കാം. നമ്മൾ ലെറ്റ്സ് ഇമാജിൻ വി ആർ ഗോയിങ് ടു മേക്ക് ചപ്പാത്തി. ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണെന്ന് കരുതുക. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാക്ക് നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ പൊടിയെടുക്കണം അല്ലേ? പൊടിക്ക് എന്താണ് പറയുന്ന? ഫ്ലോർ എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ചപ്പാത്തി പൊടിയെടുത്തു. അതിനുശേഷം വെള്ളം ഒഴിക്കണം അല്ലേ ചപ്പാത്തിയിലേക്ക്. അങ്ങനെ ഒഴിക്കുക എന്നുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിക്ക് പറയുന്നത് എന്താണ്? പോർ വാട്ടർ എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, പോർ വാട്ടർ എന്നാണ് എന്തെങ്കിലും സാധനം ഒഴിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്ക്. അടുത്തത് ഇത്തിരി ഉപ്പിടണം അല്ലേ? ആഡ് എ പിഞ്ച് ഓഫ് സോൾട്ട്. ആഡ് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറയാം. അതായത് കുറച്ച് ഉപ്പിടുക. അല്ലെങ്കിൽ ചിലപ്പം ചില ആളുകൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു അര സ്പൂൺ എണ്ണ ഒഴിച്ചെന്ന് വരാം, അല്ലെങ്കിൽ ഗീ ഒഴിച്ചെന്ന് വരാം. അപ്പോൾ ആഡ് ഓയിൽ അല്ലെങ്കിൽ പോർ ഓയിൽ എന്നൊക്കെ പറയാം. അങ്ങനെ ചപ്പാത്തി മാവെടുത്തു, വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു. അതിനുശേഷം നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കണം അല്ലേ? ഈ ചപ്പാത്തിൻ്റെ മാവ് കുഴയ്ക്കുക എന്നുള്ള ആക്ടിവിറ്റിക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയുക? നീഡ് അല്ലെങ്കിൽ നീഡിങ് എന്നാണ് ഇത് പറയുന്നത്. KNEADING ആണ്, എന്നല്ല, അത് ശ്രദ്ധിക്കണം. നീഡിങ് അല്ലേ? അങ്ങനെ നീഡ് ചെയ്യാണ്, കുഴയ്ക്കുകയാണ്. ചപ്പാത്തിൻ്റെ മാവ് കുഴയ്ക്കുകയാണ്. അല്ലെങ്കിൽ പൊറോട്ട അടിക്കുന്നതൊക്കെ കണ്ടിട്ടില്ല, അത് കുഴച്ചിട്ടാണ് പൊറോട്ട അടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റിക്ക് പറയുന്ന പേരാണ് നീഡിങ് എന്ന്. ഇനി റോൾ ചെയ്യണം ചപ്പാത്തി. അത് കുഴച്ചു, അതിനുശേഷം നമ്മൾ എന്തോ ചെയ്യണം? പരത്തണം അല്ലേ? ആ പരത്തുക എന്നുള്ള ആക്ടിവിറ്റിക്ക് പലപ്പോഴും ആൾക്കാർ സ്പ്രെഡിങ് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് കേൾക്കാറുള്ളത്. പക്ഷെ സ്പ്രെഡിങ് അല്ല, ചപ്പാത്തി പരത്തുക എന്നുള്ള ആക്ടിവിറ്റി റോളിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് റോളിംഗ് എന്ന് ശ്രദ്ധിക്കുക, അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അടുത്തത് ഫ്ലിപ്പിംഗ് അല്ലേ? ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി, ചപ്പാത്തി പരത്തി, ചപ്പാത്തി ദോശക്കല്ലിലിട്ടു അല്ലെങ്കിൽ കല്ലിലിട്ടിട്ട് നമ്മൾ ചപ്പാത്തി ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമ്മൾ
തിരിച്ചിടുക എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട് അവിടെ. ആ ആക്ടിവിറ്റിക്ക് എന്താ പറയുക? ഫ്ലിപ്പിംഗ് എന്നാണ് പറയുക. നോക്കൂ, FLIPPING, ഫ്ലിപ്പിംഗ് എന്നുള്ള ആക്ടിവിറ്റി. ഫ്ലിപ്പിംഗ് അല്ലേ? ഇങ്ങനെ മറിച്ചും തിരിച്ചു വിടുന്നതിനാണ് ഫ്ലിപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്തത്, അങ്ങനെ ചപ്പാത്തി ഒന്ന് വെന്ത് വന്നു. അപ്പം നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള, പൊന്തി കോമളയൊക്കെ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും ചില ആളുകൾക്ക്. ചില ആളുകൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി കരിഞ്ഞു പോകും അല്ലേ? അപ്പോൾ ആ അപ്പം നല്ല ചപ്പാത്തി ആണെങ്കിൽ നമുക്കതിനെ നല്ല പതുപതുത്ത സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ചപ്പാത്തി എന്ന് പറയാം. അല്ല, കരിഞ്ഞു പോയിട്ടുള്ള ചപ്പാത്തി ആണെങ്കിൽ ബേൺഡ് എന്ന് പറയാം. കരിഞ്ഞു പോയി എന്ന് പറയാൻ ബേൺഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മൾ ഇന്ന് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളാണ് ഇവിടെ കണ്ടത്. അപ്പോൾ ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് ഫ്ലോർ ആണ്, പൊടി അല്ലേ? അതിനുശേഷം നമ്മൾ പോർ വാട്ടർ, വെള്ളം ഒഴിക്കുക. ആഡ് സോൾട്ട്, സോൾട്ട് പലപ്പോഴും ആളുകൾ പറയുന്ന സാൾട്ട് ആണ്. അപ്പോൾ സാൾട്ട് അല്ല, ആഡ് സോൾട്ട് എന്ന ആക്ടിവിറ്റി, ഉപ്പിട്ടു. അതിനുശേഷം നമ്മൾ ചപ്പാത്തി കുഴച്ചു, കുഴയ്ക്കുക എന്നുള്ള ആക്ടിവിറ്റി നീഡിങ്. 3 റോളിംഗ് ദ ചപ്പാത്തി, പരത്തുക. 3-മത്തേത് ഫ്ലിപ്പിംഗ് ദ ചപ്പാത്തി. 4-മത്തേത് ചപ്പാത്തി എങ്ങനെ വന്നു, എങ്ങനത്തെ ചപ്പാത്തിയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് എന്നുള്ള സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ചപ്പാത്തി. 2-മത്തെ ഒരു വെറൈറ്റി ഓഫ് ചപ്പാത്തിയാണ് ബേൺഡ് ചപ്പാത്തി, മൊത്തം കരിഞ്ഞ ചപ്പാത്തി. അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമ്മൾ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ട് പഠിച്ചത്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ, എഴുതുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കുക്കറി ഷോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപക്ഷെ ഇത് ഉപകരിച്ചേക്കാം. യൂസ് ദിസ്. അങ്ങനെ വേർഡ് ഹണ്ട് എന്ന സെഗ്മെന്റിന് ശേഷം നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഈ സെഗ്മെന്റ് സ്പോട്ട് ദ എറേഴ്സ് ആണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന സമയത്ത് സിമ്പിൾ ആയിട്ടുള്ള ചില ഇംഗ്ലീഷ് മിസ്റ്റേക്സ്, സിമ്പിൾ ആയിട്ടുള്ള ചില മിസ്റ്റേക്സ് വരുത്താറുണ്ട്. മിക്കവാറും അത് സിംഗുലർ ആൻഡ് പ്ലൂരൽ മിസ്റ്റേക്സ് ആയിരിക്കും വരുത്തുന്നത്. കോമൺ ആണ്, വളരെ കോമൺ ആയിട്ട് ആളുകൾ വരുത്തുന്ന ചില മിസ്റ്റേക്സ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് സെന്റൻസസ് കാണിക്കും. ആ സെന്റൻസിലുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ദ ഫസ്റ്റ് സെന്റൻസ്, ഐ ആം ഗോയിങ് ടു റീപെയിന്റ് ദീസ് ഫേർണിച്ചേഴ്സ്. ഈ സെന്റൻസിലുള്ള തെറ്റ് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. ഫേർണിച്ചേഴ്സ്, ഈ ഫേർണിച്ചേഴ്സ് എന്നുള്ള വാക്ക് തെറ്റാണ്. ഫേർണിച്ചറിന് പ്ലൂരൽ ഫോം ഇല്ല. ഫേർണിച്ചർ ഇസ് ഫേർണിച്ചർ. സിംഗുലർ ആൻഡ് പ്ലൂരൽ എല്ലാം ഒന്ന് തന്നെയാണ്. ഫേർണിച്ചേഴ്സ് എന്ന് പറയുന്നില്ല. ആ ഫേർണിച്ചേഴ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഫേർണിച്ചർ ഇസ് ഫേർണിച്ചർ. അപ്പം ഇതിൻ്റെ ഉള്ളിലെ തെറ്റെന്താണെന്ന് വെച്ചാൽ ഐ എം ഗോയിങ് ടു റീപെയിന്റ് ദ ഫേർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റാണ്. അങ്ങനെ അടുത്ത സെന്റൻസിലേക്ക് കിടക്കാം. മെനി ചിൽഡ്രൻസ് ആർ പ്ലേയിങ് ഔട്ട്സൈഡ് ദ പാർക്ക്. ഇതിൻ്റെ ഉള്ളിലെ തെറ്റെന്താണ്? സാധാരണ വളരെ കോമൺ ആയിട്ട് ആളുകൾ വരുത്തുന്ന ഒരു തെറ്റാണ്. ചൈൽഡ് എന്നതിൻ്റെ പ്ലൂരൽ ഫോം ചിൽഡ്രൻ എന്നാണ്. ചിൽഡ്രൻസ് എന്ന് പറയേയില്ല. ചിൽഡ്രൻസ് എന്നുള്ളത് ഒരു പ്ലൂരൽ ഫോം അല്ല, തെറ്റാണ്. അപ്പോൾ ഇതിനുള്ള തെറ്റ് എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ആണ്. അപ്പോൾ ദ സെന്റൻസ് ഇസ് ലൈക്ക് മെനി ചിൽഡ്രൻ ആർ പ്ലേയിങ് ഔട്ട്സൈഡ്. അടുത്ത സെന്റൻസിലേക്ക് കടക്കാം. ഐ ഓൾവേസ് ലൈക്ക് ടു വെയർ ബ്ലാക്ക് പാൻറ്. ഇതിൻ്റെ ഉള്ളിലെ മിസ്റ്റേക്ക് എന്താണെന്ന് പറയാമോ? ഈ പാൻറ് എന്നുള്ള വാക്ക് അങ്ങനെ ഒരു വാക്കേ ഇല്ല. അത് തെറ്റാണ്. പാൻസ് എന്നാണ് പറയേണ്ടത്. പാൻറ് അല്ലെങ്കിൽ സിംഗുലർ അല്ലെങ്കിൽ പ്ലൂരൽ അല്ല. അത് പാൻറ് എന്ന് പറയുമ്പോൾ ഒരു പാൻറ്റും, പാൻസ് എന്ന് പറയുമ്പോൾ കുറേ പാൻസും എന്നല്ല അതിൻ്റെ അർത്ഥം. പാൻസ് എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. പാൻറ് എന്ന് പറയുന്ന വാക്കില്ല. നമ്മൾ തെറ്റായിട്ട് പറയുന്നതാണ്. സോ ദ കറക്റ്റ് സെൻറ്റൻസ് ഇസ് ഐ ഓൾവേസ് ലൈക്ക് ടു വെയർ ബ്ലാക്ക് പാൻസ്. അടുത്ത സെൻറ്റൻസിലേക്ക് നോക്കാം. അമീർ ഹാവ് 2 cars. അമീർ ഹാവ് 2 cars. മിക്കവാറും ആൾക്കാർ പറയുന്ന മിക്കവാറും ആൾക്കാരുണ്ടാക്കുന്ന ഒരു സിമ്പിൾ മിസ്റ്റേക്കാണിത്. ഇവിടെ ഹാവ് ആൻഡ് ഹാസ് തമ്മിലുള്ള ഡിഫറൻസ് ആൾക്കാർക്ക് തെറ്റിപ്പോയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്കാണിത്. ഇവിടെ എന്താണ് മിസ്റ്റേക്ക് എന്ന് പറയാമോ? അമീർ ഹാസ് 2 cars എന്നാണ് അല്ലേ? അമീർ ഹാവ് 2 cars എന്ന് പറയില്ല. ഇതിൻ്റെ ഉള്ളിലെ ഡിഫറൻസ് എന്താ വെച്ചാൽ ഹാവ് ആൻഡ് ഹാസ്, സിംഗുലർ ആൻഡ് പ്ലൂരൽ. ഹാവിലും ഹാസിലും. ഹാവ് ഇസ് പ്ലൂരൽ ആൻഡ് സിംഗുലർ ഇസ് ഹാസ്. അതുകൊണ്ട് അമീർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട്, സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് നമ്മളിവിടെ ഹാസ് എന്ന് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തത്, all women's are attending the conference today. All women's are attending the conference today. എന്താണ് ഇതിലെ തെറ്റെന്ന് പറയാമോ? വിമൻസ്, അതായത് നമ്മൾ വിമൻസ് എന്ന് പറയില്ല, വുമൻ ആണ്. വുമൻ ആൻഡ് വിമൻ. വുമൻ ഇസ് സിംഗുലർ ആൻഡ് വിമൻ ഇസ് പ്ലൂരൽ. അതിൻ്റെ സ്പെല്ലിങ്ങിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. ഇതേപോലെ തന്നെയാണ് മെൻ. മാൻ ആൻഡ് മെൻ. മാൻ സിംഗുലർ ആണ്,
മെൻ എന്നുള്ളത് പ്ലൂരലാണ്. അപ്പം അടുത്ത തവണ ഇത്തരം ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള മിസ്റ്റേക്സ് വരുത്താതിരിക്കാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഒന്നും കൂടെ റീക്യാപ്പ് ചെയ്യാം. നമുക്ക് സെൻറ്റൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇസ് ഫർണിച്ചർ ഇസ് ഫർണിച്ചർ, ചിൽഡ്രൻ ചൈൽഡ് ഇസ് ചിൽഡ്രൻ, സെക്കൻഡ് പാൻസ് ആണ്, നാലാമത്തത് ഹാസും ഹാവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, മറ്റൊന്ന് വുമൻ ആൻഡ് വിമൻ, വിമൻസ് എന്ന് പറയില്ല. ഇതാണ്, ഇത്രയും വാക്കുകളാണ് നമ്മൾ സിംഗുലർ ആൻഡ് പ്ലൂരലിലെ ഏറ്റവും കോമൺ ആയിട്ട് ആളുകൾ വരുത്തുന്ന ചില സിംഗുലർ ആൻഡ് പ്ലൂരൽ മിസ്റ്റേക്സ്. അപ്പം ഇത് ശരിയായി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എല്ലാ സെഗ്മെന്റ്സും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് ഒരു ആക്ടിവിറ്റിയാണ്. ഈ ആക്ടിവിറ്റി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പം ചോദ്യം ഇതാണ്, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? നമുക്കറിയാം കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കും? അതാണ് ചോദ്യം. അപ്പം സ്റ്റേ ട്യൂൺഡ്. ഉത്തരവുമായി ഞാൻ നാളെ ഇതേ സമയത്ത് വരും. See you. Bye-bye.